രാത്രി കാലങ്ങളൊക്കെ ലൈറ്റിന് വേണ്ടിയാണത്. പിന്നെ വെള്ളം ഇവിടുന്ന് സൈഡ് ഇങ്ങനെ ചേർന്ന് കുഞ്ഞ് ടേബിൾ ഫാൻ തണുപ്പുള്ള കാറ്റ് കിട്ടും അല്ലേ. പോർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ഉപകരണം. ഹലോ സുഹൃത്തുക്കളെ, ക്യാച്ച് ചാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ഒരു 8 മാസത്തോളമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ അമേരിക്കയിലായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന വഴിയാണ്. വരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ടൊരു 2-3 ദിവസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, അവിടെ നല്ല തണുപ്പുള്ള ഏരിയ ആയിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ടെക്സസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ഞാനുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു അസഹനീയമായ ചൂട്. ഇപ്പം നേരത്തെ ചൂടൊന്നും പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥ ചേഞ്ച് ആയതിൻ്റെ ആയിട്ടുള്ള ഭയങ്കരമായ ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തിൽ എ സിയും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിനകത്ത്. അപ്പോൾ നമ്മൾ അതിനെ അതിജീവിക്കാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗം വേണമല്ലോ. ഇപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂട്. മേക്കപ്പ് ഒന്നുമില്ല, അതേപോലെ ചൂട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആമസോൺ വഴി ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റ് ഇന്ന് കിട്ടി. ഒരു ചെറിയൊരു കൂളറാണ്, എയർ കൂളർ എന്ന് പറയുന്നൊരു സാധനം. അപ്പം ഞാനതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അത് എന്നിട്ട് ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അത് നിങ്ങളെ ഓപ്പൺ ചെയ്തപ്പോൾ അതൊന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെനിക്ക് പ്രയോജനപ്രദമാവുമെങ്കിൽ നിങ്ങളോട് പറയാം. നിങ്ങൾക്കത് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്കത് മേടിക്കാവുന്നതാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ നല്ല നല്ല കാർപ്പൻട്രി വീഡിയോസൊക്കെ ഈ ഉള്ള അവസരത്തിൽ കാർപ്പൻട്രി വീഡിയോസ്, നമ്മളെന്താ പറയുന്നത്, ബിസിനസ് പരമായിട്ടുള്ള വീഡിയോസൊക്കെ ഇനി നമ്മൾ പഴയ പോലെ തന്നെ തുടരുന്നതാണ്. ഓക്കെ. അപ്പോൾ അൺബോക്സ്. സി ദിസ് ഈസ് ദ പ്രൊഡക്റ്റ്. ഇത്രയും വലിപ്പമുള്ളൊരു ബോക്സാണിത്. ഇങ്ങനത്തെ ഇതിനകത്താണ് നമ്മുടെ ഈ സാധനം വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. എനിക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല, നമ്മുടെ വൈഫാണിത് കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കട്ടെ സംഭവം എന്തുകൊണ്ട് നമുക്ക് അറിയാമല്ലോ. ഓക്കെ, കിട്ടിച്ചു. 2 ബോക്സ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ, ഇല്ലേ ശ്രീകുട്ടി? 2 ബോക്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതേണ്ടത് കണ്ട ഒന്ന് വായിച്ചിട്ട്, എയർ കൂളർ ഫാൻ സ്ട്രോങ്ലി എയർ സപ്ലൈ. പടമൊക്കെ കൊള്ളാം, കിടിലാണ്. ഒരു ചേച്ചിയുടെ പടമൊക്കെ ഉണ്ട് ഇതിനകത്തിൽ. ഇതെന്താ എഴുതിയിരിക്കുന്നത്? കൂൾ ഹാംലെസ് 7 കളേഴ്സ് കൊണ്ടതി. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഞങ്ങൾ ഓർഡർ ചെയ്ത വേറൊരു കളറായിരുന്നു, വന്നത് ഈ കളറാണ്. ഇതെന്താണിത്? സ്വിച്ച് എന്ന് പറയുമ്പോൾ 4 സ്വിച്ച് ഉണ്ടല്ലേ? എന്തതിൻ്റെയൊക്കെ സ്വിച്ച്? ഒരു സ്വിച്ച് ഒന്ന് കാണിച്ചേ. ആഹാ, അതെന്താണത്? ഇത് വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ട് നമ്മൾ ഈ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഇതുവഴി വാട്ടർ പേപ്പർ പോകും, ഇതുവഴി നമുക്ക് കാറ്റ് കിട്ടും. എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞേ? അതായത് നമ്മളിവിടെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഈ സ്വിച്ച് ഓൺ ആക്കും. 3 ലെവൽ ഓഫ് സ്വിച്ചസ് ഉണ്ട് ഇതിനകത്ത് അല്ലേ? 3 സ്വിച്ച് ഉണ്ട്. അപ്പോൾ 3 ടൈപ്പ് ഫാൻ ഓൺ ആക്കാനുള്ളത്, പിന്നെ വാട്ടർ പേപ്പർ പുറത്തോട്ട് പോകാനുള്ളത്, പിന്നെ മറ്റേത് ലൈറ്റ് അല്ലേ? മറ്റേ ലൈറ്റ് ആണോ? വേറെ ലൈറ്റ് ആണോ? അപ്പോൾ ഇത് എവിടെ? ഇതിന്റെ ഫ്രണ്ട് ഭാഗം എവിടെയാണ്? ഓക്കെ. അപ്പോൾ ഇത് ഫ്രണ്ട് വശം എന്താ ഇവിടെയാണ് കേട്ടോ. കാറ്റ് വരുന്ന ഇവിടെയാണ്. ഇവിടെ അപ്പോൾ നമുക്കിവിടെ ഇത് ചാർജർ കുത്താനുള്ള സൗകര്യം ഉണ്ടല്ലോ, മൊബൈൽ വഴിയാണ് അല്ലേ? നമുക്ക് അഡാപ്റ്റർ ഉപയോഗിച്ച്, അല്ലാതെ എന്താ പോർട്ടബിളാണ്. നമുക്ക് പവർ ബാങ്ക് യൂസ് ചെയ്യാവുന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. സപ്ലൈ ഇല്ലാത്ത സ്ഥലത്തോട്ടൊക്കെ നമുക്ക് പവർ ബാങ്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഇതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് പ്രവർത്തിക്കുമോ, ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, കാറ്റ് കിട്ടുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ? ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. വാ. അപ്പോൾ അതേ നമ്മൾ വെള്ളമൊക്കെ എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം വെള്ളം എടുത്തിട്ടൊന്ന് തുറന്ന് നോക്കട്ടെ. അതാണ് ഈ ഭാഗത്താണ് വെള്ളം ഒഴിക്കുന്നത്. അളവൊന്നുമില്ല, ഞാൻ ഒഴിച്ചാൽ മതി. അങ്ങ് അടച്ച് കൂട്ടിക്ക്. ഫുൾ ഒഴിക്കരുതല്ലേ? ഒരു മെഷർമെൻ്റ് ഉണ്ട്. ഓക്കെ. ഇനി നമുക്കൊന്ന് ഓണാക്കി. ഇതിപ്പോൾ ബാക്ക് ഭാഗമാണ് കാണുന്നത് നമ്മൾ കേട്ടോ. ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് സ്വിച്ച്. ഇനി നമുക്കൊന്ന് പവർ സപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കാം. ഇവിടെ പിൻ കുത്തി. സി വി ക്യാൻ ഷോ ദിസ്. സി ദർ ഇസ് എ സപ്ലൈ എടുത്തിട്ടുണ്ട്. ഇവിടെ മൊബൈൽ കുത്തിയിട്ട് നമ്മളിവിടെ ഓണാകുന്നുണ്ടോ? എന്ത് ആളുകളൊന്ന് തിരിച്ച് കാണിച്ച്. സി ആ ലെവൽ ഓരോന്നായിട്ടൊന്ന് കാണിച്ച് ശ്രീകുട്ടി. ഓരോന്നായിട്ട് ആദ്യം ഓരോന്ന് കാണിച്ച്. ഫാൻ ഓണാക്കുന്ന ഫാനിൻ്റെ സിമ്പിളുണ്ട്. സി 1,
ഫാൻ ഓഫ്. ഫാൻ ഓഫ്. 3 ലെവലുണ്ട് കേട്ടോ. ആ ലെവൽ 2, ലെവൽ 3. ആ എക്സോസ്റ്റ് ലെവൽ 1, ലെവൽ 2. വെള്ളം അവിടേക്ക്. ഓ പക്ഷെ ഒരെണ്ണത്തിൽ വെള്ളം വരുന്നില്ലല്ലോ. വരുന്നുണ്ട്. എല്ലാத்தைയും ഉണ്ട്. അപ്പോൾ ഇതേപോലെ വെള്ളം വരുന്നു, ലൈറ്റ് അകത്ത് കത്തും. രാത്രി കാലങ്ങളൊക്കെ ലൈറ്റിന് വേണ്ടിയാണത്. പിന്നെ വെള്ളം ഇവിടുന്ന് സക്ക് ചെയ്തിട്ട് പുറകോട്ട് വിടുകയാണ് ചെയ്യുന്നത്. കണ്ട ലെവലുകളും കാറ്റിന് പല 3 ലെവലുകളുണ്ട്. വെള്ളം ജെറ്റ് ചെയ്യുന്നതിന് 3 ലെവലുകളുണ്ട്. ഓക്കെ കാറ്റ് ഇവിടുന്ന് വരുന്നുണ്ട്. എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ട. നമുക്കിതൊക്കെ ഓപ്പൺ ചെയ്യാവുന്നതാണോ? ഓക്കെ ഓക്കെ. എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. സി എങ്ങനെയുണ്ട്? ഇതിപ്പോൾ ലെവൽ എത്രയിട്ടിരിക്കും നമ്മൾ? ഫുൾ ലെവലിലിട്ടേ. ഫുൾ ലെവൽ. അത്യാവശ്യം കാറ്റുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ? അങ്ങനെ സ്പ്രെഡായി പോകുന്നൊരു കാറ്റില്ലല്ലേ? ആ അടുത്ത് കിട്ടുന്ന പോലത്തെ നമുക്ക് ചൂടില്ലാതിരിക്കാൻ പറ്റും. ചൂടില്ലാതിരിക്കാം. നമുക്ക് ലാപ്ടോപ്പിൽ വല്ല വർക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് അത്യാവശ്യം. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മുറി മൊത്തം കാറ്റ് കിട്ടുന്ന പരിപാടിയൊന്നും ഇല്ല അല്ലേ? ഈ നമ്മൾ ഇരിക്കുന്ന അടുത്ത് അത്ര ഇട ഇങ്ങനെ ഇങ്ങനെ ചേർന്ന് കുഞ്ഞു ടേബിൾ ഫാൻ. തണുപ്പുള്ള കാറ്റ് കിട്ടും അല്ലേ? തണുപ്പുള്ള ഒരു പരിധിക്കകത്ത് ഇരിക്കുന്ന കാറ്റ്. ആ അതിദൂരമൊന്നുമില്ല, ഇത്ര അടുത്ത് ഈ ഇതിനകത്ത് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് അല്ലാത്തപ്പോൾ വേണമെങ്കിൽ ഇത് ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പുറത്ത് കൊണ്ടുപോയി കാറ്റ് കൊള്ളാന്നുള്ളത്. നിങ്ങൾക്ക് വാട്ടർ വേണ്ട എന്നുണ്ടെങ്കിൽ വാട്ടർ ഓഫ് ചെയ്തിട്ട് വെറും ഫാൻ തന്നെ ആയിട്ട് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്യാൻ പറ്റും അല്ലേ? വാട്ടർ വരാതെ തന്നെ. അതായത് വെള്ളം വേണ്ട നിങ്ങൾക്ക്. ഇതിപ്പോൾ നമ്മളൊരു പുറത്ത് കൊണ്ടുവന്ന് പവർ ബാങ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ കാറ്റ് നല്ല തണുത്ത കാറ്റ് കൊള്ളുവാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഇതൊരു വലിയ ഉപയോഗത്തിനൊന്നും കൊള്ളില്ല. ചെറിയൊരു ഉപയോഗത്തിന്, ചെറിയ കാറ്റിനെ അടുപ്പിച്ചൊക്കെ വെച്ചിട്ട് കൊള്ളാം. പറയുന്നത്ര മുറി മൊത്തം AC ഒന്നും കിട്ടുന്നില്ല. ജസ്റ്റ് നമ്മുടെ മുഖത്തോട് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് കിട്ടും, കൂളാകാൻ ജസ്റ്റ് പറ്റുന്ന ഒരു പോർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ഉപകാരമുള്ള ഒരു ഐറ്റം. 1849 രൂപയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ വില. അത്രയ്ക്ക് എനിക്കൊരു ഇതായിട്ട് തോന്നുന്നില്ല. പിന്നെ അത്ര അത്യാവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോകളുമായി കണ്ടുമുട്ടും വരേക്കും ബായ്.